Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇതുവരെ നമ്മൾ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതെ ഗൈസ്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നല്ല അടിപൊളിയായി ഫോട്ടോ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ എഡിറ്റ് ചെയ്ത ഫോട്ടോയുടെ ആ ഒരു പ്രിസെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏതൊരു ഫോട്ടോയെയും അത്തരത്തിൽ നല്ല രീതിയിലുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എഡിറ്റഡ് ഫോട്ടോ ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് ലൈറ്റ് റൂം പ്രിസെറ്റ് എന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും അഡോബ് ലൈറ്റ്റൂം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പ്രിസെറ്റ് ഫയൽ ഫെറേറോ എന്നാണ് ഞാൻ ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രിസെറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുമുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഗാലറിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് റോ എന്നൊരു ലോഗോ കാണാം. ഇത് .dng എന്നൊരു ഫയൽ ഫോർമാറ്റിലാണ് ഉണ്ടാവുക. നിങ്ങൾ ഡയറക്റ്റായി ഒന്നുകിൽ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ടു ലൈറ്റ്റൂം എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു റോ ഫയൽ ലൈറ്റ്റൂമിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അതല്ലെങ്കിൽ ലൈറ്റ്റൂം ഓപ്പൺ ചെയ്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫോട്ടോ ഡയറക്റ്റായി നിങ്ങൾക്ക് കാണാം. ആ ഒരു റോ ഫയൽ ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാൻ ഞാൻ പറഞ്ഞ ആ ഒരു ഫയൽ അവിടെ കാണുന്നത്, അത് ഇത്തരത്തിൽ നിന്ന് ആഡ് ചെയ്യുക. ഇനി ഈ ഓൾ ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു പ്രിസെറ്റ് ഫയൽ അവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ മുകളിൽ 3 ഡോട്ട് ഐക്കൺ കാണുവാൻ കഴിയും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. കോപ്പി സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വേറെ ഒന്നും എഡിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് കോപ്പീഡ് എന്ന് പറഞ്ഞ് അവിടെ നോട്ടിഫിക്കേഷൻ വരും. ഇനി നിങ്ങൾക്ക് ഏത് ഫോട്ടോയിലേക്കാണ് ആ ഒരു പ്രിസെറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പം എഡിറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ തന്നെ ഒറിജിനൽ ഫയൽ, ആദ്യത്തെ ഫയൽ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് ക്രോപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണുവാൻ വേണ്ടിയാണ്. ശേഷം ഈ 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇവിടെ പേസ്റ്റ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം ഉടനടി തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫോട്ടോ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് എഡിറ്റ് ആയത്. ഗൈസ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിലൂടെ ലഭിക്കും. ഒരു രീതിയിലുള്ള നിങ്ങളിപ്പോൾ എടുത്ത ഫോട്ടോയിൽ നിന്നും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഒന്നും യാതൊരു വിധത്തിലും നഷ്ടപ്പെടുകയില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ്, അതായത് ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ പ്രിസെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് നമ്മളിപ്പോൾ ഒരു പ്രിസെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രിസെറ്റിലുള്ള ഞാനിപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് ആ ഒരു ഫയലുള്ള ഫോട്ടോയിലുള്ള എഡിറ്റിങ്സ് എന്തൊക്കെയാണോ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത ആ കംപ്ലീറ്റ് സാധനങ്ങളും നിങ്ങളുടെ ഫോട്ടോയിലേക്ക് അപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളതിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം. എല്ലാ ഫോട്ടോയ്ക്കും ചിലപ്പോൾ ലൈറ്റിംഗ് ഒക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ആ ഫോട്ടോയിൽ കളറിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ ഓപ്ഷനുകൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സംഭവം സെറ്റാക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ വിഗ്നെറ്റൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു സൈഡിലൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരാനാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നൽകാവുന്നതാണ്. പിന്നെ ഈ കളർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക, മുഖത്തിൻ്റെ കളറോ അല്ലെങ്കിൽ കംപ്ലീറ്റ് കളറും കാര്യങ്ങളും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സാച്ചുറേഷനും അതുപോലെ തന്നെ ഹ്യൂവും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുമ്പോൾ മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ആ കളർ ഒന്ന് അഡ്ജസ്റ്റ് ആവുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷാർപ്പനിങ്, അതായത് നിങ്ങൾക്കിവിടെ കാണാം. ഞാനിപ്പോൾ ആ ഷാർപ്പനിങ് എന്ന ഓപ്ഷൻ കുറച്ച സമയത്ത് താടിയും ഇതൊക്കെ ഒരു എന്താ പറയുക ലൈറ്റായി പോകുന്നത്, അതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായി കാണുവാൻ, അതായത് ഷാർപ്പൻ കൂടി കാണുവാൻ കഴിയുന്നതാണ്. നോയ്സ് റിഡക്ഷൻ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക മുഖം ഒന്ന് സോഫ്റ്റ് ആക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രിസെറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെ ലഭിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇനി വെറൈറ്റി ആക്കി അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നല്ല പ്രിസെറ്റുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.